ഇനി ഏത് മുഷിഞ്ഞ മതിലും അതുപോലെ വാഹനങ്ങളൊക്കെ കഴുകാൻ പറ്റിയ ഒരു കിടിലൻ ബോഷിന്റെ പ്രഷർ വാഷർ വാങ്ങിയിട്ടുണ്ട്. ഇത് ബോഷിന്റെ യൂണിവേഴ്സൽ അക്വാടെക് 125 എന്ന മോഡൽ നെയിമിലുള്ള പ്രഷർ വാഷായിരുന്നു. ഇതിന്റെ മാക്സിമം പ്രഷർ വരുന്നത് 125 ബാറാണ്. പിന്നെ ഇതിന്റെ മോട്ടർ 1500 വാട്ടിന്റെയാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നായിരുന്നു വാങ്ങിയത്. വാങ്ങിയ ടൈമിൽ 10500 ആയിരുന്നു റേറ്റ്. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് റേറ്റ് കുറഞ്ഞ ടൈപ്പ് പ്രഷർ വാഷൊക്കെ ആയിരുന്നു. അപ്പം നല്ലതൊരെണ്ണം വാങ്ങിയേക്കാന്ന് ഓർത്ത് വാങ്ങിയതാണിത്. ബോഷിന്റെ ആയതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല, കിടിലൻ ബിൽഡ് ക്വാളിറ്റി ആയിരുന്നു. പിന്നെ ഈ പ്രഷർ വാഷറിന് ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, 6.5 കിലോ താഴെയുള്ളൂ. അതുകൊണ്ട് എടുത്തുകൊണ്ട് കിടക്കാൻ സുഖമാണ്. വാഹനങ്ങളൊക്കെ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോം ബോട്ടിലും ഇതിൻ്റെ കൂടെ ഉണ്ട്. ഈ പ്രഷർ വാഷറിന്റെ ഗണ്ണും അതിന്റെ പൈപ്പെല്ലാം പ്ലാസ്റ്റിക് പോലത്തെ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഇല്ല, പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളതാണ്. ഇതിന്റെ ഹാൻഡിൽ വരുന്നത് മടക്കി വെക്കാവുന്ന ടൈപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഉപയോഗശേഷം എവിടെയെങ്കിലും എടുത്തു വെക്കാം, ഒത്തിരി സ്ഥലമൊന്നും വേണ്ട. പിന്നെ ഇതിന്റെ അടിയിൽ വീലുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഇതിന്റെ ഗണ്ണിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഹോസ് വരുന്നത് 5 മീറ്റർ നീളത്തിലായിരുന്നു. ഈ പ്രഷർ വാഷറിന്റെ ഗണ്ണിന് അത്യാവശ്യം നീളമുണ്ട്, പിന്നെ വെയിറ്റും ഇല്ല. അതുകൊണ്ട് നമ്മൾ കൈ പിടിക്കുമ്പോഴൊന്നും അങ്ങനെ കൈ കഴിക്കില്ല. ഇതിന്റെ നോസിൽ വരുന്നത് 3-in-1 നോസിലാണ്. ഇതിൽ നമുക്ക് ടർബോ നോസിൽ പോലെ ഇടാം, പിന്നെ നമുക്ക് വൈഡ് ആയിട്ട് ഇടാം, പിന്നെ പോയിന്റ് ആയിട്ടും ഇടാം. പിന്നെ ഇതിന്റെ ഹോസൊക്കെ കണക്ട് ചെയ്യുന്നത് ലോക്ക് ടൈപ്പാണ്, ത്രെഡ് ടൈപ്പ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിലേക്ക് കണക്ട് ചെയ്യാനും അതുപോലെ അഴിച്ചെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ പുതിയ പ്രഷർ വാഷർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ നോസിൽ ഇട്ടിരിക്കുന്നത് വെള്ളം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്ന രീതിയിൽ ടർബോ നോസിൽ പോലെയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വൃത്തിയായി കിട്ടുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നോസിൽ ഒത്തിരി അകത്തി വെക്കാൻ പറ്റില്ല. ഒരു നിശ്ചിത ദൂരപരിധിയിൽ വെച്ചാലാണ് ഇതുപോലെ ക്ലീനായി കിട്ടുള്ളൂ. ഞാൻ ഈ പ്രഷർ വാഷർ ഉപയോഗിച്ച് നോക്കിയിട്ട് അത്യാവശ്യം നല്ല പവർ തോന്നുന്നുണ്ട്. എൻ്റെ കയ്യിൽ റേറ്റ് കുറഞ്ഞ വേറെയും പ്രഷർ വാഷർ ഉണ്ടായിരുന്നു. അതിൽ 170 ബാറിനൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ അതിനേക്കാളും പവർ എനിക്കിതിൽ തോന്നുന്നുണ്ട്. ഈ പ്രഷർ വാഷർ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സൗണ്ടൊന്നുമില്ല. ഞാനിപ്പോൾ കുറേ നേരം യൂസ് ചെയ്ത് നോക്കിയിട്ടും അങ്ങനെ ഒരുപാട് ഹീറ്റൊന്നും ആകുന്നില്ല. നമുക്കിതിൻ്റെ നോസിൽ അഡ്ജസ്റ്റ് ചെയ്ത് തീരെ പോയിന്റ് ആയിട്ട് ഇടാം, പിന്നെ വൈഡ് ആയിട്ട് ഇടാം, പിന്നെ ടർബോ നോസിൽ പോലെ വെള്ളം ഇങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് വന്ന രീതിയിലും ചെയ്യാം. അപ്പോൾ ഈ സെയിം മോഡൽ പ്രഷർ വാഷറൊക്കെ ഉപയോഗിക്കണവർ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.